ചെയ്യുന്ന പോലെ തന്നെ നേരെ നിൽക്കാം. Look straight, just up, up and down. Side to side. Shoulder rotation ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10. Opposite. Opposite ചെയ്യാം. Flexion extension. 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Up and down. 2, 3, 4, 5, 7, 8, 10. 1, 2, 3, 4, 5, 7, 8, 10. Ankle. Legs. Arm circle. 1, 2, 4, 5, 6, 7, 8. Anti-clockwise. 4, 5, 10. Just stop. 1, 2, 3, 4. Spot on here. 1, 2, 3, 4, 5, 6, 7, 8, 9. എങ്കിൽ ചാടാൻ പറ്റിയ ആൾക്കാർക്ക് മാത്രം ജമ്പിങ് ജാക്സ് ചെയ്യാം. ജമ്പ് ചെയ്യാൻ പറ്റാത്തവർ കൈ കൊത്ത നേരെ ഷോൾഡറിന് താഴെ, കാല് നേരെ നീട്ടി വെക്കുക, നേരെ താഴെ പോവാം. എല്ലാത്ത ആൾക്കാർ നേരെ മുട്ടുകുത്തുക. സ്റ്റാൻഡേർഡ് പുഷപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അവിടെ നിന്ന് നേരെ മുട്ടുകുത്തിയിട്ട് നീ പുഷപ്പ് ചെയ്യാം. നേരെ പിടിക്കാം, ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യാം, ലുക്ക് സ്ട്രൈറ്റ്, ഇവിടെ ടൈറ്റ് ചെയ്യാം, നേരെ താഴോട്ട് വരിക. എത്ര മതി നമുക്ക് ഫ്ലോറിലാകുമ്പോൾ എത്ര പറയാൻ പറ്റുള്ളൂ കേട്ടോ. 3 മുകളിലെത്തുമ്പോൾ ടച്ച് ചെയ്യാം, കൂട്ടി കണക്കാം. 5, 6, 7, 8.
ഇങ്ങനെ കിടക്കുക. ഇത് ഈ ഒരു ലെവലിൽ നേരെ ഷോൾഡർ നേരെ മുകളിലോട്ട് ജസ്റ്റ് കൊണ്ടുവരിക. ഇതുപോലെ ഡബിൾ ഫ്ലൈ ഇത്ര കൊണ്ടുപോവുക. 1 2 3 4 ഇങ്ങനെ പിടിക്കാം. കൈ ഇങ്ങനെ വെക്കാം. എന്നിട്ട് കൈ സ്ട്രൈറ്റ് ആയിരിക്കണം കേട്ടോ. നേരെ ഈ എൽബോ ഈ നമ്മുടെ ഈ 2 സൈഡ് തലയോട് ചേർത്ത് അനങ്ങാണ്ട് വെക്കണം. എന്നിട്ട് നമ്മുടെ എൽബോ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുക. ഫുൾ സ്ട്രൈറ്റ് ആകാൻ കൊണ്ടിട്ടുണ്ടോ താഴെ പോവുക. ഫുൾ സ്ട്രൈറ്റ് ആവണം. അതായത് നേരെ ഫുൾ സ്ട്രൈറ്റ്. ഇതിൻ്റെ കാര്യം കൈ വന്ന് അനങ്ങാൻ പാടില്ല. ഇങ്ങനെ നകരുത്. ഇതാണ് കറക്റ്റ്. ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് നേരെ മുകളിലോട്ട് ഫുൾ സ്ട്രൈറ്റ്. ഓക്കെ. ബാൻഡുള്ള ആൾക്കാരാണെങ്കിൽ ബാൻഡ് ഒന്നെങ്കിൽ ചെറിയ ബാൻഡാണെങ്കിൽ, അതായത് വലിയ സ്ട്രോങ് ഇല്ലാത്ത ബാൻഡാണ് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സെയിം സാധനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 3 ഇനി ഭയങ്കര കട്ടിയുള്ള ബാൻഡാണെങ്കിൽ ഒരു തല നിലത്തിട്ട് തൊട്ട് പിടിക്കുക. മറ്റേ തല മാസം പിടിച്ചിട്ട് കൈ ചേർത്ത് വെച്ചിട്ട് ഓക്കെ. ഇനി ബാൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇടാൻ പറ്റും. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാം. 1 2 triceps and 5 6 7 കൈ ചേർത്ത് വെക്കുക. മാത്രം അതുപോലെ വെച്ചിട്ട് സെയിം സാധനം തന്നെ നമുക്ക് ഹാമറൊക്കെ ഉള്ളത്. ഇത്ര മടക്കുക. ചെസ്റ്റിനെടുത്ത് കൊണ്ടുവരിക, തിരിച്ചു വരിക. ചെസ്റ്റിനെടുത്ത് കൊണ്ടുവരിക, തിരിച്ചു വരിക. ഉണ്ടോ? കഴുത്ത് വേദനയുള്ള ആൾക്കാർ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ. കഴുത്ത് വേദനയുള്ള ആൾക്കാർ, ഷോൾഡർ പെയിനുള്ള ആൾക്കാരൊന്നും ഇത് ചെയ്യരുത്. ഓക്കെ, ഒഴിവാക്കണം. നേരെ നിൽക്കുക. ഈ ഒരു ലെവലിൽ പിടിക്കുക. ഡബിൾ നേരെ മുകളിൽ കൊണ്ടുപോവുക. സ്ട്രൈറ്റ് ആയിട്ട് തിരിച്ചിത്ര ഈ ലെവലിൽ 90 ഡിഗ്രി വരെ മുകളിൽ പോവാം. ഈ ഒരു ഫ്രണ്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. അതായത് ഇവിടെ എടുത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട്. എടുത്തിട്ട് 90 ഡിഗ്രി മതി. നേരെ മുകളിലോട്ട് കൊണ്ടുപോവാം. നേരെ ഇങ്ങനെ വെക്കരുത് കേട്ടോ. കൈ ഇങ്ങനെ ബാക്കിലോട്ട് വെക്കരുത്. കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ കറക്റ്റ് അധികം ഇഞ്ചുറി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുക. അതായത് ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല ലെവലിൽ ഇങ്ങനെ ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഷോൾഡർ ഇഞ്ചുറി സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നിന്നിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ചെയ്യാൻ പറ്റും. ലോക്ക് സ്റ്റൈൽ. ജസ്റ്റ് നേരെ നിൽക്കാം. അതായത് നേരെ ഒരു ചെറിയൊരു ബെൻഡ്, കൈൻ്റെ കിട്ടുക ചെറിയൊരു ബെൻഡ് വേണം. അതായത് ഒരു 35 ഡിഗ്രി.
പോസ്റ്റർ കറക്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ചെസ്റ്റ് ഗ്ലൂട്ട് ടൈറ്റ് ചെയ്യുക, ന്യൂട്രൽ നേരെ കഴുത്തിലോട്ട് മുത്തി കേട്ടോ, ഷോൾഡർ നേരെ ചുമയായിട്ട് അധികം ചെയ്യാൻ വയ്യ, സംസാരിക്കാൻ സൗണ്ട് ഇല്ല, അതാണ് പ്രശ്നം. സൗണ്ട് കൂടി കിടക്കുക, അതായത് ഈ ജലദോഷമായിട്ട് സൗണ്ട് കുറവാണ്. അപ്പുറം പഠിച്ച് വെച്ചു കേട്ടോ. ആദ്യം നമുക്ക് കഴുത്തിൻ്റെ ഐസോമെട്രിക്സ് ചെയ്യാം. കഴുത്തോട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക, തലയോട് അങ്ങോട്ട് പ്രസ് ചെയ്യുക. ഇവിടുത്തെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രസ് ചെയ്ത് നിൽക്കുക, ഒരു 2-3 സെക്കൻഡ് നിൽക്കുക, 10 പ്രാവശ്യം വെച്ചിട്ട് 30 സെക്കൻഡ്. ഫ്രണ്ട് 10 പ്രാവശ്യം ചെയ്യണം. ഇങ്ങനെ ആവാൻ പാടില്ല കേട്ടോ. കൈ നമ്മളിൻ്റെ സ്ട്രൈറ്റ് ലൈനായിരിക്കണം കഴുത്ത്. നമ്മൾ പ്രസ് ചെയ്യും, പക്ഷേ ബാക്കിൽ നിന്ന് ഇതേപോലെ ഫ്രണ്ടിലോട്ടോ. കഴുത്ത് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, മെല്ലെ ട്രപ്പീസിയൻ സ്ട്രെച്ച് ചെയ്യണം, സൈഡ് സ്ട്രെച്ച് ചെയ്യുക. നല്ല സ്ട്രെച്ച് ചെയ്ത് ഒരു 10 സെക്കൻഡ് പിടിക്കുക, സ്ട്രെച്ച് ചെയ്യുക. സോറി, ജസ്റ്റ് ബാക്കിലോട്ട് ഇതുപോലെ പിടിക്കുക, ജസ്റ്റ് സ്ട്രെച്ച്. 10 സെക്കൻഡ് വെച്ച് എല്ലാം സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. എല്ലാം 10 സെക്കൻഡ് വെച്ച് ചെയ്യണം. എനിക്ക് ജലദോഷ പനിയൊക്കെ എന്നെ കൊണ്ട് ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് പറയാൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അപ്പർ ബോഡി ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആയി. മുമ്പ് ചെയ്തത് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ പറ്റുന്ന വീഡിയോ പിടിച്ചു കേട്ടോ.